അതിന്റെ സീറ്റിൽ നിന്ന് ചാടിപ്പോയായിരുന്നു. അത് മനസ്സിലായി, എനിക്കത് മനസ്സിലായി. ഇന്നലെ അപ്പം തന്നെ ഞാൻ സൈബർ സെല്ലിൽ കൊണ്ട് വരാതെ കൊടുത്തു. നീ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. എൻ്റെ ഫിംഗറിലേത് പാസ്സാവില്ല, എൻ്റെ ഫിംഗറിലേത് ഓപ്പൺ ആവില്ല. എനിക്കറിയാം നീ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. എൻ്റെ ഫോൺ എനിക്ക് തുറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ടും കൂടി ഇല്ല. തുറക്കാൻ പറ്റത്തില്ല, പറ്റാത്തതുകൊണ്ടാണ് നീ കൊണ്ടുവന്നത്. വേറെ ആളെ എടുത്തു തന്നായിരിക്കും. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ ഇവിടെ കൊണ്ടുവരും, അല്ല ചെയ്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തിനാ ചേട്ടാ ചേട്ടൻ്റെ ഫോൺ? 10,000 എൻ്റെ സുഹൃത്തുക്കൾ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഇവിടെ കൊടുക്കുന്നു. നിങ്ങളിപ്പോൾ വിരലിലുണ്ടാവുന്ന 1-2 പേര് സമൂഹത്തിന് മൊത്തം അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഓട്ടോ ഡ്രൈവർ. പൊക്കോ ചേട്ടൻ പൊക്കോ, കുഴപ്പമില്ല പൊക്കോ. ഇതിപ്പോ വണ്ടി താഴത്ത് കിടന്നിട്ട് വേറെ ആളെടുത്ത് എനിക്ക് തന്നതാ. ചേട്ടാ ചേട്ടന്റെ ഫോണ് വണ്ടിയിൽ സീറ്റിൽ മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. ഇവിടെ കൊണ്ടുവരുമെന്ന് അറിയാം. ഇത് എന്റെ ഫിംഗർ ഉണ്ടെങ്കിൽ ഇത് പാസ്സാകത്തുള്ളൂ. ചേട്ടാ വേറെ ആൾ എനിക്ക് തന്നിട്ട് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചതാണ്. ചേട്ടന്റെ ഫോൺ എനിക്ക് തുറക്കാനൂടിയും പറ്റില്ല. എനിക്ക് മനസ്സിലായി, മനസ്സിലായി. ചേട്ടാ പഴയ ഇതൊന്നും അല്ലല്ലോ, പഴയ ഫോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തുറക്കാൻ പറ്റും. ഞാൻ അപ്പൊ തന്നെ മൊബൈലിൽ അവിടെ ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അല്ല ചേട്ടാ എനിക്ക് ഈ ഫോൺ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. തുറക്കാൻ പറ്റത്തില്ല. പിള്ളേർക്ക് കളിക്കാനോ കൊടുക്കാനോ പറ്റുള്ളൂ. കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. എനിക്ക് തുറക്കാൻ പറ്റില്ല. പണിയെടുത്ത് ലക്ഷക്കണക്കിന് 10,000 ഓട്ടോ സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ഈ പണി ചെയ്യരുത്. ഓക്കെ ഞാനെന്ത് പറയാനിപ്പോ എനിക്ക് കിട്ടിയ സാധനം ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ഭാഗ്യമായി താനൊന്നും പോയിട്ടില്ല. തുറക്കണമല്ലോ, തുറക്കാൻ പറ്റാതെ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുതന്നു.